താങ്കൾ ബേസിക്കലി ഒരു സിനിമാറ്റോഗ്രാഫറാണ്, ക്യാമറാമാനാണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. പിന്നീടാണ് താങ്കൾ സംവിധായകനാകുന്നത്. താങ്കളുടെ സംവിധായകനിലേക്ക് എപ്പോഴെങ്കിലും താങ്കളുടെ ക്യാമറമാൻ കടന്നു വരാറുണ്ടോ? ഉറപ്പായിട്ടും കടന്നു വരുമല്ലോ. അല്ല, പിന്നെ എനിക്കതിലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തിരുന്നവരും അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ളവരാണ് ഇപ്പോൾ എൻ്റെ 2 പടത്തിൻ്റെയും ക്യാമറമാൻ. അപ്പോൾ അതെൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം ഉണ്ടാവാറില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പറയുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയുടെ സൈഡിൽ കുറച്ച് ഓവറായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അത് കടന്നു വരും. പിന്നെ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നല്ലതാണ് നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഒരു സീനിനെ ബാധിക്കുമോ കൂടുതലും ഈ ഫ്രെയിമുകൾ പ്ലാൻ ചെയ്യുന്ന സമയം? അതൊന്നും ഞാൻ കൂടുതൽ ലൈറ്റിങ്ങിനാണ് അവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ രാവിലെ എടുക്കാം, നമുക്ക് ആ സീൻ രാവിലെ എടുക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മറ്റേ ലൈറ്റ് കട്ടായി കിട്ടും. അത്രയൊക്കെ ഞാൻ ഇടപെടാറുള്ളൂ. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഒരു ക്യാമറാമാനാവുന്ന അത്രയും സൗന്ദര്യം ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെ അടുത്ത്. ഞാൻ ഉറപ്പായിട്ടും ക്യാരക്ടറിൻ്റെ കൂടെയും സിനിമയുടെ കൂടെയാണ് എൻ്റെ ഈ 2 സിനിമകളും, പ്രത്യേകിച്ച് ഈ 2 സിനിമകളും പോയിട്ടുള്ളത്. അതിനു മുമ്പിലുള്ള എൻ്റെ സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒട്ടും മുഴച്ച് നിൽക്കരുതെന്ന് എൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് ആ സിനിമയുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? പിടിപ്പത് പണിയാ. ഓഫീസിൽ എത്തിക്കഴിഞ്ഞ പിന്നെ സാറിന് നിന്ന് തിരിയാനുള്ള സമയമില്ല. എനിക്ക് ബാക്കി കൂടി കാണണം. ബാക്കിയൊന്നുമില്ല, ഇപ്പോഴും കരച്ചിൽ, ഇത് കഴിഞ്ഞാലും കരച്ചില്. ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാരണം വീട്ടിൽ കയറാൻ പറ്റാതെ ദുഷ്ട. അനുചേച്ചി, ഉന്നച്ച സാറ് വീട്ടിലെങ്കിലും ചിരിക്കാറുണ്ടോ? പഞ്ചായത്തിൽ അപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഒക്കെ തന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ അധികം ലൈറ്റിങ്ങിന് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പിന്നീടാണ് ഒരു 10 വർഷത്തിന് ശേഷമാണ്, നമ്മൾ പറഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ലൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ഗംഭീരമായി ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു ക്യാമറമാൻ ഒരു ലൈറ്റിംഗ് പാറ്റേൺ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 10 വർഷത്തെ ഇത് പറയുകയാണെങ്കിൽ 10 വർഷം മുമ്പൊക്കെ എനിക്ക് തോന്നുന്നത്, ഞാൻ സിനിമയിൽ വരുമ്പോൾ 10 അല്ല, ഒരു 15-20 വർഷം മുമ്പൊക്കെ 19 ദിവസം അല്ലെങ്കിൽ 20 ദിവസം 25 ദിവസമൊക്കെയാണ് സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ടൈം. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് 60-70. ആ ഒരു വ്യത്യാസം എന്തായാലും സ്പീഡിലും അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ശ്രദ്ധയിലും ഒക്കെ ഉണ്ടാവും. അതിനേക്കാളുപരി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടത്, നമ്മൾ ഒരു സിനിമയുടെ ഒരു കഥയുടെ ഒരു മൂഡിനനുസരിച്ചിട്ടായിരിക്കണം ലൈറ്റിങ്. പിന്നെ അതിൻ്റെ സോഴ്സ്, ലൈറ്റിൻ്റെ ഒരു സോഴ്സും കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കണം ലൈറ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എപ്പോഴും സിനിമയുടെ മൂഡിനനുസരിച്ച് വേണം നമ്മൾ ലൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ ചിലപ്പോൾ പ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നല്ല ബ്രൈറ്റായിട്ടും നല്ല ഹൈലൈറ്റുകളെല്ലാം വെച്ചിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ സീൻ സാഡായിട്ടുള്ള സീനുകളിലെല്ലാം കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വർക്ക് ചെയ്താൽ സിനിമയോട് ചേർന്ന് പോകാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് ജോമോൻ ടി ജോൺ എന്ന ഇന്ദ്രജാലക്കാരന് വേണമെങ്കിൽ അങ്ങനെ പറയാം, ഞാൻ എൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും ഒരു ഇമ്പ്രൂവ്മെൻ്റുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ ജോമോനായിട്ടാണ് കാണുന്നത്. ജോമോൻ അതിനേക്കാൾ മേളിൽ വേറെ പലതും നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു സന്തോഷ് സാറിന് ശേഷം ജോമോൻ ടി ജോണാണ് ഇത്രയും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോളിവുഡ് വരെ എത്തി. ശരി, അത് നമുക്ക് അഭിമാനിക്കാം. എന്തായാലും ഒരിടയ്ക്ക് കുടുംബചിത്രങ്ങൾ നമുക്ക് കാണാൻ കിട്ടില്ലായിരുന്നു. ഒരു പുതുതലമുറ വേവ് വന്നപ്പോൾ കഥയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ലായിരുന്നു. കഥയില്ലെന്നല്ല, കഥയ്ക്ക് പ്രസക്തിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ കുടുംബചിത്രങ്ങൾ തിരിച്ചു വരുവാണ്. ഒരു കുറച്ച് നാൾ മുമ്പത്തെ കുടുംബചിത്രവും ഇപ്പോൾ വരുന്ന കുടുംബചിത്രങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ട്രീറ്റ്മെൻറ്റിലല്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു പുഴകളും തോടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രാമീണ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ അവസ്ഥ ഇത് വെച്ചാൽ അതെല്ലാം ഇല്ലാണ്ടായി തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൊബൈൽ, ഇൻ്റർനെറ്റ്, അങ്ങനത്തെ ഇതെല്ലാം നമ്മുടെ സിനിമകളിലേക്ക്, ഈ കുടുംബ സിനിമകളിലേക്കും വരുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളല്ലാതെ പിന്നെ ബന്ധങ്ങൾക്കും വേണമെങ്കിൽ കുറച്ച് അകൽച്ച അല്ലെങ്കിൽ അപ്പനും മകനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വരെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനത്തെ ഇതെല്ലാം കുടുംബങ്ങളിലേക്കും കയറി വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ കാലത്തിനുള്ള അനുസരിച്ചുള്ള മാറ്റം കുടുംബജീവിതത്തിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബജീവിതം പറയാനും അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാരുടെ കഥ പറയാനാണ് കുറച്ചും കൂടി എനിക്കൊക്കെ എളുപ്പം. ഒരു മോഹൻലാൽ എന്നൊരു വ്യക്തിയെ താങ്കൾ അടുത്തറിഞ്ഞു കാണും. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ലാലേട്ടൻ ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞ് മോഹൻലാൽ എന്ന വ്യക്തിയെ വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ, നിങ്ങൾ എല്ലാം അറിഞ്ഞേക്കുന്നതിൻ്റെ കഥാപാത്രങ്ങളെയാണെന്ന്. മോഹൻലാൽ എന്നൊരു വ്യക്തിയെ എത്ര അടുത്തറിയാം? ശരിക്കും എനിക്ക് അത്രയ്ക്ക് അടുത്തൊന്നും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടം, ഒരു 56 ദിവസം ഞങ്ങൾ ഒരുമിച്ച്
പിന്നെ അതിനുള്ള ഇടയിലുള്ള ഫോൺ വിളികളും അല്ലെങ്കിൽ നേരിട്ട് കാണലുകളും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ രസകരമായി, അതായത് ജീവിതം വളരെ നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കുന്നൊരു സ്റ്റാർ തന്നെയാണ്. ഓരോ മൂമെൻറ്റും പുള്ളി ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ പുള്ളി വീട്ടിലിരിക്കുമ്പോഴായാലും പുസ്തകം വായിക്കുമ്പോഴായാലും എല്ലാം വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത്. പുള്ളിയുടെ ഭക്ഷണം നമ്മൾ പ്രൊഡക്ഷനിലെ ആളുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇതായിട്ട് വൃത്തിയോടെ എന്നിട്ട് ശരിക്കും നമ്മളുടെ അവിടുത്തെ കാരിയറിലൊക്കെ നൈറ്റ് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും എങ്ങനെയെങ്കിലും ഇത് അടുക്കി വെക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം കഴുകി ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് മൂടിയിട്ടാണ് വേസ്റ്റ് വയ്ക്കുന്നത്. അത്രയ്ക്ക് വളരെ കുറച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണമേ പുള്ളി കഴിക്കുകയുള്ളൂ. പക്ഷെ അതെല്ലാം അതും വളരെ ആസ്വദിച്ചാണ് പുള്ളി ചെയ്യുന്നത്. ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുക, അതാണ് പുള്ളിയുടെ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഈ പുള്ളിയുടെ ഈ ഒരു സൂപ്പർ സ്റ്റാറിലേക്കുള്ള ഇതും എല്ലാം ആസ്വദിച്ച് ചെയ്യുന്നത് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രേമത്തിനെന്നും 16 വയസ്സാ, വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പോ അവിടെ നിൽക്കാടാ. ഏത് മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോഴാണാവും ഈ ബോധോദയം ഉണ്ടായത്? ശരിക്കും പ്രേമമായോ? അതൊക്കെ മേലെ. അതാണ് താടി ഒഴിച്ച് സുന്ദരനായത്. അതെ അതെ. ഓ, ഞാൻ കുറച്ച് ബിസിയാണ്. അയ്യോ, വിളി, ഉൾവിളി. അപ്പുറത്തെ മുറി വന്ന് കടന്നൂടെ?